തമ്പുരാൻ AJPൻ്റെ എല്ലാം ഞാൻ പറയാൻ മുത്തേ ഒന്ന് വെയിറ്റ് ചെയ്യും ഒരു മിനിറ്റ് തന്നെ ഓക്കെ 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 ലെറ്റ്സ് ഗോ ചാറ്റ് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ ഇതെന്താ എനിക്കിത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു മിനിറ്റ് ഓക്കെ ആയോ ഓക്കെ 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 ലെറ്റ്സ് ഗോ ചാറ്റ് ലെറ്റ്സ് ഗോ chat let's go wait ഓക്കെ നോക്കട്ടെ പോടാ പോലെയാണ് AJP എടാ AJPൻ്റെ കാര്യം ഞാൻ പറയട്ടെ AJPൻ്റെ പൈസ ഞാൻ കൊടുത്തതാണ് ഞാൻ ഒരു മിനിറ്റ് ഞാൻ വിളിച്ച് കാണിച്ചു തരാം ഞാൻ കൊടുത്തതാ ഈ മൈരം ഞാൻ പറയുന്നില്ല അടുത്ത എടാ ഞാൻ പൈസ കൊടുത്താടാ ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് ഇട്ട വീഡിയോ ആടാ മനസ്സിലായോ അല്ല അപ്പുറത്ത് ഞാൻ ഹാളിൽ നിന്ന് മാറി റൂമിലേക്കായി കാരണം അവിടെ ഭയങ്കര എക്കോ ഇവിടെ എക്കോ ഇല്ലല്ലോ അവിടെ ഭയങ്കര ചീവീട് തവള ഇതിൻ്റെ എല്ലാം ഒച്ചയെന്ന് അവിടെ കേൾക്കുന്നത് മനസ്സിലായോ ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഓനെ വിളിക്കട്ടെ വെയിറ്റ് അന്ന് ഓനെ കൂടെ വന്ന് ഒരുത്തനുണ്ടല്ലോ ഓനെ വിളിക്കട്ടെ നിൽക്ക് വെയിറ്റ് ഗൈസ് വെയിറ്റ് നായി ഫോൺ എടുക്കുന്നില്ലല്ലോ വെയിറ്റ് ഇവൻ്റെ പൈസ ഞാൻ അന്ന് തന്നെ ഞാൻ കൊടുത്ത് തീർത്തേ പിന്നെ എന്തിനും ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നൊക്കെ അറിയില്ല കേട്ടാ അന്ന് തന്നെ ഞാൻ കൊടുത്തേ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇവനോട് ഓക്കെ ഈ പറഞ്ഞ പോലെ ജോളോ ചിപ്പ് ഇതൊന്നും നിങ്ങൾ തിന്നിട്ടില്ല അതായത് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു അത് ഓനെ ആദ്യമേ പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത് അത് ഞാൻ പറഞ്ഞു എന്നല്ലാണ്ട് പൈസ കൊടുക്കാണ്ട് ഞാൻ തന്നില്ല ഇവൻ്റെ 2000 രൂപയ്ക്ക് ഞാനെന്തിനും ഇങ്ങനെ കളിക്കുന്ന ആവശ്യം നിനക്ക് പ്രൂഫല്ലേ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ആ വീഡിയോ എല്ലാം എന്നോട് ഡിലീറ്റ് ആക്കിയെന്നാണ് പറഞ്ഞത് വീഡിയോ ഡിലീറ്റ് ആയോന്ന് അറിയില്ല വീഡിയോ ഡിലീറ്റ് ആക്കിയെന്നാണ് എന്നോട് ഡിലീറ്റ് ആക്കിയെന്നാണ് പറഞ്ഞത് നിൽക്ക് വെയിറ്റ് ജാസി ഹെൽപ്പ് ഞാൻ പറയാം നിൽക്ക് RP കയറാം വെയിറ്റ് എന്തൊരു ഇതാ നോക്കിയാ നിക്ക് RP കയറാം വെയിറ്റ് അവിടേക്ക് ഇത് കുറേ പ്രശ്നമുണ്ട് മനസ്സിലാ ഇത് ഒന്നൊന്നല്ല കുറേ പ്രശ്നമുണ്ട് ഈഗിളിൻ്റെ എന്താ സംഭവം ഈഗിളിൻ്റെ നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തല്ലേ പിന്നെന്താ ഈഗിളിൻ്റെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞല്ലേ ഗൈസ് അതല്ലേ ഉള്ളൂ വേറെന്താ നിക്ക് ഇതെന്താ നീ നായി ഫോൺ എടുക്കാത്ത വെയിറ്റ് നോ RP ഓക്കെ വെയിറ്റ് റിങ് ഉണ്ട് എടുക്കുന്നില്ല നിക്ക് എടാ ഈഗിളിൻ്റെ ഞാൻ പറയട്ടെ ഈഗിളിൻ്റെ അന്ന് ലാസ്റ്റ് ഞാനും അമ്മും കൊട്ടാന്ന് എന്തോ പറഞ്ഞ അവിടെ തീർന്നല്ലോ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല കറണ്ട് പോയി നമ്മൾ അവിടെ നിർത്തി പിന്നെ പിറ്റേ ദിവസം AJPനെ കൊണ്ടുവന്ന് പിന്നെന്താ വേറെന്താ അതിൻ്റെ അപ്പുറത്ത് അവിടെ തീർന്നല്ലേ ഗൈസ് നിക്ക് ഈഗിൾ ന്യൂയോ എന്താ ന്യൂ നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തത് 2-3 ദിവസം മുമ്പ് മറ്റേ എന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കറണ്ട് പോയിക്കൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ നമ്മൾ നിർത്തിയല്ലേ പിന്നെന്താ അതിന് അത് അവിടെ വിട്ടു കൈസ് അത് ഞാൻ വിട്ടു അത് അതോടുകൂടി ഞാൻ എന്തോ കൊട്ടാന്നെന്തോ പറഞ്ഞു അത് അവിടെ തീർന്നല്ലോ പിന്നെന്താ എടുക്കുന്നില്ല അതിൻ്റെ മോന് വെറുതെ ഓരോ അപരാധം എൻ്റെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് മൈരാണല്ലോ ഉള്ള ഞാൻ കൊടുത്തോളും ഇല്ല എനിക്ക് നിക്ക്
ഓക്കെ. ആ ജാസീൻ്റെ കേസ് ഞാൻ ഇന്നലെ അറിയുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ജാസീൻ്റെ കേസ് ഞാൻ അറിയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ജാസീനെ VC-യിൽ വിളിക്കാം. ജാസീനെ ഞാൻ VC-യിൽ വിളിക്കാം. വെയിറ്റ് നിക്ക്. മങ്കി കയറാം. ഈഗിൾ വീണ്ടും റിയാക്ട് ചെയ്തു. എപ്പോ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ വീണ്ടും എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തതല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അതായത് ജാസി VC-യോടാ, അതായത് ഞാൻ പറഞ്ഞ ഈഗിളിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഈഗിളിന്റെ നമ്മൾ ലാസ്റ്റ് എന്തോ റിയാക്ട് ചെയ്തല്ലേ മറ്റേത് ഏത് എന്തോ ഷഡിക്കണ്ണെന്ന് പറഞ്ഞ് ഞാൻ എന്തോ തിരിച്ച് പറയാൻ പോയി, അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, അത് കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മളെ AJP വന്നു, അത് തീർന്നു കൈസ്. അത് വിട്, നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്കിൽ തൂങ്ങി നടക്കണ്ട, അത് വിട്ടേക്ക് കൈസ്, അത് വിട്. അല്ലേ അതല്ലേ പറ അല്ലേ, അത്രയല്ലേ വേണ്ടു നമ്മൾ. പിന്നെ അതിന് ശേഷം എന്താ TV 1 lakh ഞാൻ കണ്ടു കൈസ്. ഞാൻ ഇന്നലെ 10-11 മണിയാകുമ്പോൾ ഞാൻ കണ്ടു. ഞാൻ ഇപ്പം ലൈവ് കാണുന്ന അറിയോ? ഞാൻ ലൈവ് കാണുന്നത് രാത്രി 11 മണിയോ അങ്ങനെ ഏതോ ടൈം. അതായത് ജാസീൻ്റെ ഉമ്മ ഇതിൽ VC-യിൽ വന്ന ടൈമില്ലേ, ആ ടൈമാണ് ഞാൻ ലൈവ് കാണുന്നത്. വെയിറ്റ്, ഞാൻ ഒന്ന് ജാസീനെയും കൂടി വിളിക്കട്ടെ. ഇത് ഏത് VC അവളി തന്നാനേ വെയിറ്റ്. ഇത് ഏത് VC ആണ്? ഇതാണോ? നിക്ക്. ഷമീറെ, ഈഗിൾ ടോപ്പിക്ക് ലീവ്. അതിന് ടോപ്പിക്ക് ലീവ് ചെയ്യാൻ ഞാൻ ആ ടോപ്പിക്ക് പിടിച്ചിട്ടില്ലല്ലോ ഗൈസ്. ഞാൻ ആദ്യമേ അത് പിടിച്ചിട്ടില്ലല്ലോ. ഈ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞത് നമ്മൾ റിയാക്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിന് ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല. ഞാനെന്തോ ജസ്റ്റ് എന്തോ കൊട്ടാതോ അങ്ങനെ എന്തോ പറഞ്ഞതല്ലാണ്ട് ഞാൻ റിയാക്ട് പോലും ഞാൻ അതിൽ ചെയ്തിട്ടില്ല, മനസ്സിലായോ? പിന്നെ ഞാനെന്താ അത് പിടിക്കേണ്ട ഇതെന്താ? അതെന്തോ പറഞ്ഞു, അതവിടെ തീർന്നല്ലോ. ഞാനെന്തോ കൊട്ടാതോ എന്തോ പറഞ്ഞു, ഞാൻ റിയാക്ട് പോലും ചെയ്യാൻ തന്നിട്ടില്ല, മനസ്സിലായോ? അതവിടെ തീർന്നു കഴിച്ചു. പിന്നെന്തിനാ വെറുതെ ഇത്? ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കണ്ടറിഞ്ഞ് സഹായിച്ചതാ. ഈകളാണെങ്കിലും ആരാണെങ്കിലും TV-യിലുള്ള ആരാണെങ്കിലും എന്തെല്ലാം ഹേറ്റ് ഉണ്ട്, എന്തെല്ലാം ഇതുണ്ട് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാലും മൂപ്പര് ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അപ്പോൾ വെറുതെ ഇത് പിടിക്കണ്ടല്ലോ. നമ്മൾ ലാസ്റ്റത്തെ റിയാക്ട് ചെയ്ത് തീർന്നു, അതവിടെ തീർന്നല്ലോ. പിന്നെന്താ, അത് വിട്, മനസ്സിലായോ? ജാസി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏത് VC-ആണെന്ന് നോക്കിയിട്ടുണ്ട്. എടാ MRC-യിൽ ലൈവ് VC 1. അപ്പോൾ വെയിറ്റ് മറ്റേ നായി എന്താടാ ഫോൺ എടുക്കാത്ത? ഇവൻ എന്നെ കള്ളനാക്കാൻ നിൽക്കുന്നതാണ് നായിൻ്റെ മോന്. പൈസയും കൊടുത്തിട്ട് ഇവൻ റീച്ചിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ട് ഇപ്പോൾ ആക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. ഹലോ, ഒരു മിനിറ്റ്. ഹലോ ജാസി, ഒരു മിനിറ്റടാ. വെയിറ്റ്. കേൾക്കുന്നുണ്ടോ ജാസി? കേൾക്കാം. ഓക്കെ. വേറെ ആരുള്ളടാ? ആർക്കുണ്ടോ? കുറച്ചുകൂടി മനസ്സിലാവുന്ന അപ്പാപ്പനായിരിക്കും. ഓക്കെ. അപ്പാപ്പൻ എങ്ങനെ കൊണ്ടുവരാം? നമുക്ക് അറിയില്ല പരിപാടി. ഞാൻ വിളിച്ചാലും അപ്പാപ്പനെ. ലൈവാണോ? അപ്പാപ്പൻ ലൈവാ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ചിലപ്പോ മനസ്സിലാവില്ല. ഏത്? അത് കുഴപ്പമില്ല. അല്ല, എനിക്ക് ഏകദേശം അറിയാം. ഈ പറഞ്ഞ പോലെ മൂപ്പരും കൂടി ഒന്ന് വരട്ടെ. വന്നോ അപ്പാപ്പോ? കേക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ അറിയാത്തവർക്ക് വേണ്ടി?
ഓക്കെ ഞാൻ ഇന്നലെ ലൈവ് കാണുന്നത് ജാസിന്റെ ഉമ്മ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ആ ഇന്നലെ അല്ലേ? ഇന്നലെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഒരു ചെറിയൊരു നമ്മുടെ ചാറ്റ് സ്ട്രീം നമ്മുടെ ചെക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഫണ്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് വരുന്ന എക്സ്പെൻസ്, സ്റ്റഡി എക്സ്പെൻസ്. ഒന്ന് രണ്ട് ഹാപ്പി ന്യൂസ് ആദ്യം പറയാം. പറഞ്ഞോ ജാസിയെ? പറ 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 ലൈവ് ജാസി എന്നാ പറ. അപ്പോ എനിക്ക് ഇപ്പോ എല്ലാവരും അസുഖം എല്ലാവർക്കും അറിയായിരിക്കും. അസുഖത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം. ഈ അതൊന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി. ഈ ഇന്ന് ഇന്ന് എനിക്ക് ഉണ്ടായ സന്തോഷം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അത് മതി. പറ അത് പറ. ഇതെന്ന് വെച്ചാല് ഞാൻ കോളേജിൽ ഫീസ് അടച്ചായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിന് തിരിച്ച് കയറി. രാവിലെ ക്ലാസ് തിരിച്ച് കയറിയായിരുന്നു. അതെനിക്ക് വലിയ ഹാപ്പി ആയിരുന്നു. ഞാൻ 1 മാസത്തോളം ഞാൻ വെളിയിരിക്കുമായിരുന്നു, ക്ലാസ്സിലൊന്നും കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ക്ലാസ്സിന് കയറാൻ പറ്റി. അത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഓക്കെ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞോ. അപ്പോ ഇന്ന് പറഞ്ഞോ. പറ. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഹാപ്പിയാണ്. എന്തായാലും ലൈവ് കണ്ടിട്ട് ഉമ്മ ഹാപ്പിയാണോ? ഫീഡ്ബാക്ക് ഫുൾ ഹാപ്പി. ഉമ്മ ഹാപ്പിയാണ്. ഇന്നത്തെ അത്ര ഫീഡ്ബാക്ക് ഉമ്മ ഭയങ്കര ഹാപ്പിയായി. ഉമ്മാട് സലാം പറയും. കേട്ടില്ല. ഉമ്മാട് സലാം പറയുന്ന പറയാ. ഓക്കെ. അപ്പോ ഗൈസ്, അപ്പൊ ഇന്നലെ നമ്മള് ഐ തിങ്ക് എല്ലാരും കൂടെ സ്റ്റാർട്ടിങ് ഫ്രം 5, 10, 12 മണിക്കൂറോളം സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റാംബോ, അവിടുന്ന് മാക്ക്, അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5-6 മണിക്കൂർ. അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് അറൗണ്ട് 4 ലാക്ക് നമ്മൾ ഏകദേശം നമുക്ക് ഇതായിട്ട് വന്നു. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്കത് കിട്ടി. അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗം എന്നുള്ള രീതിയിൽ ജാസിയുടെ നമ്മുടെ ചെക്കൻ്റെ പഠിക്കാനുള്ള ഫീസ് കിട്ടി. അവന് ക്ലാസ്സിൽ തിരിച്ച് കയറാൻ പറ്റി. സോ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഷമീർ ഇവിടെ ലൈവില് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ഒരു 10-11 മണിക്കാണ് ഈ പറഞ്ഞ പോലെ ഇന്നലെ പെരുന്നാളായിക്കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ ഇന്ന് എത്തിയതാ. ഇന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ എത്തിയത് ഇന്ന് രാവിലെ എത്തി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൂമിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പം ഞാൻ ഇന്നലെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജാസീനെ വിളിച്ചു. എൻ്റെ കയ്യിൽ ഉള്ള ഒരു ഇത് ഞാൻ കൊടുത്തു ജാസിക്ക്. എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരാൾക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആണെങ്കിലും അതിൽ ഇതാക്കണം. അതിപ്പോൾ അപ്പുറത്തുള്ള ആർക്ക് എന്ത് ഇപ്പം നമ്മളിൽ നിന്ന് മാത്രമല്ല ഗൈസ്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആരാണെങ്കിലും നമ്മൾ പറ്റുന്നത്ര സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഒരു 10-11:30 ഞാൻ ഇവൻ്റെ ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ലൈവ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ ഈ ലൈവ് ഒന്നും കാണാത്ത ആളാണ്. ഈ പറഞ്ഞ പോലെ ഇവൻ്റെ ഉമ്മാൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ഉമ്മ വന്ന് നോക്കി. ഉമ്മ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇതാണ്. ഉമ്മ ലൈവൊന്നും കാണാറില്ല, പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഉമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഉമ്മ പോകാൻ നേരത്ത് എനിക്കൊരു പൈസ തന്നിട്ടുണ്ട്. അത് ഞാൻ എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ ജാസിക്ക് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഒരു 3 ലൈവായി ഞാൻ ഇപ്പോൾ കിക്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ലൈവിൻ്റെ റവന്യൂവും അടുത്ത ഒരു 3 ദിവസത്തെ റവന്യൂവും അതുകൊണ്ടാണ് ഞാൻ കിക്കിൽ ചെയ്തത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നീ യൂട്യൂബിൽ ചെയ്യാത്തതെന്നുള്ളൊരു ഇതുണ്ടാവും. യൂട്യൂബിൽ കുറച്ചും കൂടി വ്യൂവർഷിപ്പ് ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു ഇത്രയും ദിവസം ഞാൻ ലൈവ് ഈ പറഞ്ഞ പോലെ 3 ദിവസം ചെയ്ത ലൈവിൻ്റെ പൈസയും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഒരു 3 ദിവസത്തെ ലൈവിൻ്റെ പൈസയും കൂട്ടി, പിന്നെ എൻ്റെ ഈ മാസത്തെ യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ട്. ഈ മാസത്തെ യൂട്യൂബിൻ്റെ റവന്യൂ ഇപ്പോൾ 22-ന് വന്നിട്ടുണ്ട്. ഈ റവന്യൂയും കൂടി കൂട്ടിയിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ജാസീനെ കാണാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ എല്ലാം മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ജാസി നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് ആക്ച്വലി. കാരണം നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത്, ഇപ്പം നമ്മൾ മൊത്തം MRG ആണെങ്കിലും മൊത്തം കമ്മ്യൂണിറ്റി
നമ്മൾ ഉള്ളിൽ റൈവറി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വേറെ. പക്ഷെ ഒരാവശ്യം വന്നപ്പം ഷമീറെ ഒരാവശ്യം വന്നപ്പോൾ ഓടിയെത്തിയത് നമ്മളെ ടി വി ആണെങ്കിൽ അതെ അതെ KVA അതെ 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 T47 ടെക്ടെക്സ് അതെ 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 VNV തുടങ്ങിയ എല്ലാ സകല നമ്മളെ കാര്യം കമ്മ്യൂണിറ്റിയുള്ള സകല ഗ്യാങ്, നമ്മളെ ഗോകു, അതുപോലെ എല്ലാവരും നമ്മുടെ ഫുൾ ടീം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇന്നലത്തെ കണ്ടിരുന്നു നിങ്ങളെ ലൈവിൽ മൊത്തത്തിലായിട്ട് നമുക്ക് എല്ലാവരും ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ലൈവ് കാണുന്നവരും ഇന്നലെ ഉണ്ടായിരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെ അപ്പോൾ ഇത് ഇനിയിപ്പം ഇന്നലെ ഇത് അറിയാത്തവർക്കും ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് പ്രശ്നം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇഷ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്കും അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞു തരാം എന്താണ് ഈ കണ്ടീഷൻ എന്നുള്ളത്. സോ അത് ഈ ഒരു കണ്ടീഷന്റെ പേര് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് എല്ലിന്റെ കഴിഞ്ഞാൽ ഇതല്ല അല്ലേ? അതെ, അത് എല്ലിന്റെ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ജനറ്റിക് ഡിസീസ് ആണ്. സോ ഇതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബോൺസ് എളുപ്പത്തിൽ പൊട്ടുന്ന ഒരു രോഗം എന്നുള്ള രീതിയിലും ഇത് അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീന് ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഭാഗമാണ് കൊളാജൻ ടൈപ്പ് 1, 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാസിമോന്റെ ബോഡിയിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചില ആൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില ജാസി ഒരു ജീനുകളുടെ മിനിറ്റ് ഒരു മിനിറ്റ് ബാബ. ജാസി നീ അറിയിക്കോ, നമ്മള് വിളിക്കാം, കഴിഞ്ഞിട്ട് വിളിക്കാം. ഇറങ്ങി. ഓക്കെ അപ്പൊ സോ അപ്പോ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു ഞാൻ ജാസീനെ കഴിഞ്ഞാൽ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഇത് അറിയാത്തവരോ അല്ലെങ്കിൽ ജാസീനെ അറിയാത്തവരോ അല്ലെങ്കിൽ ഏത് ജാസി എന്നുള്ള പേരുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വരാണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ജാസീനെ വിളിച്ച കേസ്. ഓക്കെ പറഞ്ഞോ. അതെ. സോ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന് പറയുന്നത് ഇതൊരു കൊളേജൻ ടൈപ്പ് ശരീരത്തിൽ നമ്മൾ ബോഡിയിൽ നിന്ന് പ്രോട്ടീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൊളേജനാണ്. അപ്പോൾ ഈ കൊളേജൻ ഇവൻ്റെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പം നിലവിൽ നമുക്ക് ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ഹോസ്പിറ്റലാണ് CMC വെല്ലൂർ എന്ന് പറയുന്ന വെല്ലൂർ ഹോസ്പിറ്റൽ. സോ അവിടെയാണ് ഇവനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിന് ഇഞ്ചെക്ഷൻസ് ആണ് വരുന്നത്. ഈ ഇഞ്ചെക്ഷൻ ഇറ്റ് വിൽ കോസ്റ്റ് ഏകദേശം ഒരു ഷോർട്ട് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് 40,000 പ്ലസ് ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിന് കൂടുതൽ അതിന് ചിലവ് വരുള്ളൂ. അപ്പോൾ സോ ഇവന് ട്രാവലിംഗ് ആണെങ്കിലും നമുക്കൊക്കെ യാത്ര ചെയ്യുന്ന പോലെ വെറുതെ ബസ്സിനും ട്രെയിനിനോ ഒന്നും കയറി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ അവൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവൻ്റെ ബോഡിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ലൈക്ക് അവൻ്റെ ഉമ്മ ഇന്നലെ പറയുന്നുണ്ടായി. ഇപ്പോൾ ഉമ്മ അല്ലാണ്ട് വേറെ ആരെങ്കിലും അവൻ എടുത്തു കഴിഞ്ഞാൽ എല്ലിന് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി ഉണ്ടെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത് പയ്യൻ അത്രയും വേദന സഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കൊണ്ട്. ഇത് നമ്മൾ അറിയാൻ ലേറ്റായി എന്നുള്ളതിൽ നമ്മൾക്ക് വളരെ എല്ലാവർക്കും എല്ലാവർക്കും വളരെ അധികം ഖേദവും വിഷമവും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ എടുത്തപ്പം ഫസ്റ്റ് ടൈം ഈ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ച് അവനുണ്ടായിരുന്നു. അവന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നു. അതുപോലെ വാക്കർ വെച്ച് നടക്കാൻ വരെ പറ്റിയിരുന്നു എന്നുള്ളൊരു സംഭവം നമ്മൾ ഇന്നലെ അവൻ്റെ ഉമ്മ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. സോ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് ഇപ്പം നമുക്ക് അവന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് 3 മാസമായിട്ട് തന്നെ ഷിമിർ അത് മുടങ്ങി കിടക്കുകയാണ്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇനി അവനക്ക് ഒരിക്കലും അത് നിൽക്കാതെ നമ്മളെ പയ്യനെ അത് 100% റിക്കവറി എന്നുള്ളതല്ല ഇതിന്റെ മോട്ടീവ്. അതായത് അവന്റെ കുടുംബം അവന് വഴി നടത്തണം എന്ന് അവനക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹവും എല്ലാരും ജീവിക്കുന്ന എന്തിനാ, എല്ലാരും പണിക്ക് പോകുന്ന എന്തിനാ, എല്ലാരും രാവിലെ തൊട്ട് വൈകുന്നേരം കഷ്ടപ്പെടുന്ന എന്തിനാ. നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഉമ്മാനെ വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ എന്നെ ഇതാക്കി പറയുന്നില്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികം ഇത് ചുറ്റുപാടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ പറഞ്ഞ പോലെ അറിയാം ഒരു ആളെ വിഷമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ അടക്കം അത്രയും എന്നോട് ഇമോഷണലായിട്ട് ഇതിനു മുമ്പ് ഇതാക്കില്ല. എൻ്റെ ഉമ്മ അങ്ങനെ വേറെ ലൈവ് കാണാറില്ല ശരിക്കും പറഞ്ഞാൽ. ഇവൻ്റെ ഉമ്മാൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മാത്രമാണ് എൻ്റെ ഉമ്മ വന്ന് എന്താന്ന് ചോദിച്ചതും ഈ പറഞ്ഞ പോലെ ഇതാക്കിയതും. ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ ഗൈസ് അത് നമ്മൾ ചെയ്യുവാന്നുള്ളതാ. കാരണം അതെ, അതിപ്പോ ഞാൻ ഇന്നലെ പറയട്ടെ, 1 രൂപ മുതൽ 30,000 40,000 വരെ അയച്ച ആൾക്കാർ നമ്മളെ സ്ട്രീമിൽ വന്നു പോയതാണ്. അപ്പം ഈച്ച് ആൻഡ് എവറി റുപ്പീസ് കൗണ്ട്സ് ആണ് ഗൈസ്. കാരണം ഇപ്പോൾ ഇതിൽ 1-2 കാര്യം കൂടി എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ട്രീറ്റ്മെന്റിന്റെ കേസ്, 2 ഷെയ്ക്ക് പുറത്താണെന്നുണ്ട്, വന്നിട്ടില്ലെന്ന് തോന്നുന്നു.
വരാണി വീസി വരും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവൻ്റെ എഡ്യൂക്കേഷൻ്റെ കേസ്, അത് നമ്മൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യത്തിലും ജാസിമോനിക്ക് ഒരു കാരണവശാലും ഒരു മുടക്കം വരാതെ നമ്മൾ നോക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% റിക്കവറിയിലുപരി അവനക്ക് ആ പെയിൻ ഇല്ലാതെ അവനക്ക് ആ റിക്കവർ ആയി അവൻ്റെ എല്ലിന് ബലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് സപ്പോർട്ട് ഓഫ് വാക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അവന് നടക്കാനും അവനേതായ ജോലിക്ക് പോകാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ട എഡ്യൂക്കേഷൻ ഒരു സൈഡിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവൻ്റെ ഈ നമ്മൾ പറയുകയാണെങ്കിൽ അവൻ്റെ ഫുഡിൻ്റെ കേസാണ്. ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്ന, ഞാൻ പറഞ്ഞു ഇത് ഈ സംഭവം ഈ കൊളാജൻ ടൈപ്പ് ഉണ്ടാക്കുന്നത് പ്രോട്ടീൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നോർമൽ ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഒന്നും പോരാ അവൻ്റെ ബോഡിയിൽ. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന നോർമൽ എന്ത് കഴിച്ചാലും ബോഡി അത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ അവനെ സംബന്ധിച്ച് ഇച്ചിരി കൂടുതൽ പ്രോട്ടീൻസ് ആവശ്യമായതുകൊണ്ട് തന്നെ നട്ട്സും മറ്റു കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡ് നിർബന്ധമായതുകൊണ്ട് ഇറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് 1500 രൂപ അവനക്ക് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ചിലവ് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അവൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ലൈക്ക് 10,000-5,000 രൂപയ്ക്ക് ശമ്പളത്തിന് ജോലിക്ക് പോകുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മ ആ കുടുംബം നടത്താൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അവൻ്റെ ഉമ്മ ഇന്നലെ പറഞ്ഞ വാക്കുകളിൽ നിന്നും കേട്ടത് എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതിന് കാരണം ഇതെന്താ പറഞ്ഞാൽ ഇതൊരു ജെനറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഗൈസ്. അതായത് ഓൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചെയ്യൂല, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് വന്നതോ അല്ലെങ്കിൽ നമ്മളെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വന്നതോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് വന്നതോ കള്ളു കുടിച്ചിട്ട് വന്നതോ അല്ല ഇത് ഗൈസ്. ഈ പറയുന്ന പോലെ ഓൻ്റെ മനസ്സിലായോ, ഓൻ്റെ ജെനറ്റിക്കലായിട്ട് ഓന് കിട്ടിയതാ. അതായത് ജെനറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ലെസ് ആയ ഒരു സിറ്റുവേഷനായി ജെനറ്റിക്കലായിട്ട് ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ വരുത്തി വെച്ചാണെങ്കിൽ നമുക്ക് പറയാം ഇത് പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പൈസൻ്റെ ആ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റാവുന്നത് എത്ര കാലം എന്നാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു പങ്ക് ഇതിൽ നിന്ന് ഇതാക്കാനാണെങ്കിലും ഞാനത് തയ്യാറാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ നമ്മളെ കൂടെ ഉള്ള അതിൻ്റെ അല്ല കഴിച്ചാൽ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സഹായിക്കുന്നതല്ല. നമുക്ക് പറ്റാവുന്ന ആൾ, നമുക്കറിയുന്ന സിറ്റുവേഷൻ സിൻസിയറാണ് ഇതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കണം. കാരണം അത് തന്നെയാണല്ലോ നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതൊരു, അല്ലാണ്ട് പിന്നെ കാര്യമില്ലല്ലോ നമ്മളൊരു ഇതിൽ ജീവിക്കുന്നതിന്. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ അപ്പാപ്പനുണ്ടാവും, അപ്പാപ്പനൊരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ഞാനുണ്ടാവും. അങ്ങനെയാണ് കഴിച്ച് നമ്മൾ പോകേണ്ടത്. മനസ്സിലാവും, മനുഷ്യന്മാരാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ നാളെ കാല് വീണ് പൊട്ടി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആക്സിഡൻ്റ് ആകും. ആർക്കും എന്തും സംഭവിക്കാം. നമ്മൾ ആരെയും ഒന്നും നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂല. ഒന്നും ഒരു ഗ്യാരണ്ടി ഒന്നും ഉള്ള കേസൊന്നുമില്ല. നമ്മൾ ഇന്നും നാളെ എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ടോക്സിക് ആണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞത് ഇതൊന്ന് തന്നെ മാറി ഇന്നലെ നമുക്കതൊരു വലിയൊരു സംഭവമായിട്ട് കാണിക്കാനും കൂടി പറ്റി എന്നുള്ളത് അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം. കാരണം ഒരാവശ്യം നമ്മൾ പയ്യന് വന്നപ്പോൾ മൊത്തം കമ്മ്യൂണിറ്റി ഒന്നിച്ച് നിന്നതും മൊത്തം ഓഡിയൻസും കൂടെ നിന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. സോ ഇതിന് എഫേർട്ട് എടുത്ത എല്ലാ സ്ട്രീമേഴ്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക്സ് പറയാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എത്രയാണ് വേണ്ടത് എമൗണ്ട്. ഗൈസ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിനൊരു ടാർഗറ്റ് വെച്ചിട്ട് ഇത്ര ലക്ഷം രൂപ ഓപ്പറേഷനോ അല്ലെങ്കിൽ സർജറിയോ ഒന്നും അല്ല ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇത്ര ഉണ്ടായ കാര്യങ്ങൾ നടക്കും എന്ന് പറയാൻ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ലെവൽ ട്രീറ്റ്മെൻറ്റ് ഓരോ ലെവലായിട്ട് ചെയ്തു പോകേണ്ട ഇഞ്ചെക്ഷൻസും ട്രീറ്റ്മെൻറ്റ്സും ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലെവൽസ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിനാരിയോ. അപ്പോൾ അവൻ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് എമൗണ്ടിൻ്റെ ഡിഫറൻസ് മാറി വരും. സോ ഇപ്പോൾ കിട്ടിയതുകൊണ്ടൊന്നും എല്ലാം കഴിഞ്ഞു പോവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സോ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ, എനിക്കും അത്രേ പറയാനുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ പറ്റുന്ന ആൾക്കാർ പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കും. അത് ഇത്ര ടൈമിലേക്കോ ഇത്ര കാലത്തേക്കോ വേണ്ടി മാത്രം ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഒരു 50 റുപ്യ നിങ്ങളിൽ കിട്ടുന്ന ഒരു 10 റുപ്യ 5 റുപ്യ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക. അത് നമുക്ക് അല്ലാഹ് നാളെ ചിലപ്പോൾ അത് 20 ആക്കി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. മനസ്സിലായോ? അങ്ങനെ പോവുക. വേറെന്താ ചെയ്യണ്ടേ? അപ്പോൾ അത്രേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സിറ്റിയിലുണ്ടോ? കാര്യങ്ങൾ. ഞാൻ കയറുന്നു. ആ ശരി, സിറ്റിയിൽ നിന്ന് കാണാം. വീട്ടിൽ നിന്ന്. ശരി ശരി. എന്താ 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 നിന്റെ ഡി സി നോക്കണ്ടല്ലോ. ഡി സിയിൽ എന്താണെന്നൊന്നും അവസ്ഥ അറിയില്ല കേട്ടാ. ഡി സി നോക്കണ്ടല്ലോ. ഡി സി നോക്കണം ഗൈസ്.